ദേവി, ആദിശേഷാവതാരം സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം യോഗമായാദേവി ഭംഗിയായി നിർവഹിച്ചു. ഇനി കൃഷ്ണാവതാരം. 1000 ശിരോരത്നങ്ങളാൽ സകല ദിക്കുകളും പ്രകാശമാനമാക്കുന്ന ആനന്ദമൂർത്തി കശ്യപ പ്രജാപതിയുടെ പുത്രനായി ജനിച്ചപ്പോഴുള്ള രൂപം ഓർമ്മയുണ്ട്. അത് നാഗരൂപം തന്നെയായിരുന്നു. ശ്രീരാമാവതാര കാലത്ത് ലക്ഷ്മണനായി അവതരിച്ചപ്പോഴുള്ള മാനവരൂപവും ഓർമ്മയുണ്ടിപ്പോഴും. ആദിശേഷമൂർത്തിയുടെ പുതിയ മനുഷ്യാവതാരം ദർശിക്കാൻ ഭഗവാൻ അതിയായ ആകാംക്ഷ. ലക്ഷ്മണാവതാരം നമ്മുടെ സോദരനായിട്ടായിരുന്നുവെങ്കിൽ ഇവിടെ ജ്യേഷ്ഠ സോദരനായി. അതുമാത്രമല്ല വ്യത്യാസം. ആർഷഭാരതദേശത്തെ പുണ്യതീർത്ഥങ്ങളിലെല്ലാം ചെന്നെത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ ജന്മമാണ് ദേവി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ദൗത്യങ്ങൾ ധാരാളം. ഹലായുധനായി ജലപ്രവാഹിനികളെ വിളനിലങ്ങളിലേക്ക് ആനയിക്കുന്ന കർമ്മത്തിൻ്റെ പാഠങ്ങൾ മനുജർക്ക് സമ്മാനിക്കും ബലരാമൻ. അസുരനിഗ്രഹങ്ങൾ പലതും അനുഷ്ഠിക്കും ബലഭദ്രരാമൻ. ദേവി, നമ്മുടെ ആ അംശാവതാരത്തിൻ്റെ ബാലരൂപം ദർശിച്ചാലും. ഉണ്ണി വാ. ഉണ്ണി വാ. ഇത് കണ്ടോ? ഉണ്ണിക്ക് ഇത് ഇഷ്ടായോ? ഇതാണ് ചക്രത്താല കിളി. ദേ ഉണ്ണി, സൈരന്ദ്രി അമ്മ ഉണ്ണിക്ക് വേണ്ടി ഉണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാ ഇതൊക്കെ. അതുകൊണ്ട് സൈരന്ദ്രി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കല്ലേ? വേണ്ടെങ്കി വേണ്ട. ഉണ്ണി വലുതാവുമ്പോ സൈരന്ദ്രി അമ്മയും കൂട്ടി മധുരാപുരിയിലേക്ക് ചെല്ലാം. അവിടെ ഉണ്ണിയുടെ താത മഹാരാജനുണ്ടല്ലോ. അച്ഛനെ കൊണ്ട് കൈ നിറച്ച് സമ്മാനം വാങ്ങിക്കൊടുക്കാ സൈരന്ദ്രി അമ്മയ്ക്ക്, അല്ലേ? ഒന്നും വേണ്ട ഈ ഉള്ളവൾക്ക്. എങ്ങും വരുന്നുമില്ല ഈ അമ്പാടി വിട്ട്. രോഹിണി ദേവിക്ക് എത്രയും വേഗം ഭർത്തൃസവിധം ചെല്ലാനാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമേയുള്ളൂ മനസ്സിൽ. ആൺകിടാങ്ങൾ അച്ഛനെ കണ്ടു വളരണം. ഈ നേരത്ത് അതൊന്നും ഓർമ്മിപ്പിക്കരുതായിരുന്നു സൈരന്ദ്രി അമ്മേ. ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമല്ലേ? ഉണ്ണി പല്ലപ്പം ഉണ്ട ദിവസം. സഖി, സൈരന്ദ്രി അമ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഈയുള്ളവളുടെ ആഗ്രഹവും അതുതന്നെയാണ്. പക്ഷേ ഇനിയൊരാഗ്രഹം കൂടെ ഉണ്ട്. ആഗ്രഹമല്ല, പ്രാർത്ഥന. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് യശോദാദേവിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണേന്ന പ്രാർത്ഥന. ഉണ്ണി, ദേ അത് കണ്ടില്ലേ? ഓടിച്ചെന്ന് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ആരാകും നാളെയെന്നറിയാൻ. ത്തിനിണങ്ങിയവൻ കൃഷിവലനായി ധനധാന്യങ്ങൾ സമ്പാദിക്കും. കലപ്പയേന്തി കീർത്തിമാനാകും.